എൻ്റെ ശ്രീരാമനെ BJPക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്ന് ശശി തരൂർ. രാഷ്ട്രീയ ഉപകരണമായി രാമനെ BJP കണക്കാക്കരുതെന്ന് അധീർ രഞ്ജൻ ചൗധരിയും. എന്തൊക്കെയായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ജയിക്കാൻ രാമനിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. വിശ്വാസത്തിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള സംഘപരിവാർ അജണ്ട രാജ്യത്ത് തകൃതിയായി നടക്കുന്നുണ്ട്. ആരൊക്കെ രാമക്ഷേത്രത്തിനെ പിന്തുണയ്ക്കുന്നുവോ അവരെല്ലാം രാമഭക്തരും യഥാർത്ഥ ഹിന്ദുവും, അല്ലാത്തവർ കപടവിശ്വാസികളും ഹിന്ദുത്വത്തെ അംഗീകരിക്കാത്തവരും. എന്തായാലും ശ്രീരാമനെ ഒരു തുറുപ്പ് ചീട്ടായാണ് BJP കാണുന്നത്. എന്നാൽ ശ്രീരാമനെ BJPക്ക് വിട്ടുകൊടുക്കില്ലെന്നാണ് കോൺഗ്രസ് MP ശശി തരൂർ പറയുന്നത്. കോൺഗ്രസ് നേതാക്കൾ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാത്തതിനെ ചൊല്ലി നിരവധി വ്യാഖ്യാനങ്ങൾ എത്തുന്നുണ്ട്. നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കാത്തതിന് അർത്ഥം അവർ ദൈവത്തെ ഒഴിവാക്കുന്നു എന്നതല്ലെന്നും തരൂർ പറയുന്നു. കുട്ടിക്കാലം മുതൽ രാമനെ പ്രാർത്ഥിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എൻ്റെ രാമനെ BJPക്ക് സമർപ്പിക്കാൻ പോകുന്നില്ലെന്നും ശ്രീരാമൻ്റെയോ അദ്ദേഹത്തിൻ്റെ ദിവ്യത്വത്തിൻ്റെയോ പകർപ്പവകാശം BJPക്ക് ഉണ്ടെന്ന് താൻ കരുതുന്നില്ലെന്നും ശശി തരൂർ പറഞ്ഞു. പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, സോണിയാഗാന്ധി, അധീർ രഞ്ജൻ ചൗധരി എന്നിവർ ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ശ്രീരാമ പ്രതിഷ്ഠ RSS BJP പരിപാടിയാണെന്നും അതുകൊണ്ട് തന്നെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്നും പ്രഖ്യാപിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് നിരവധി പ്രചരണങ്ങൾ ഭരണപക്ഷ പാർട്ടികൾ ഉയർത്തുകയും ചെയ്തിരുന്നു. ഈ പ്രചരണങ്ങൾക്കെതിരെയാണ് ശശി തരൂർ രംഗത്തെത്തിയിരിക്കുന്നത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിലേക്ക് പോകാനുള്ള സമയം താൻ തിരഞ്ഞെടുക്കുമെന്നും ശശി തരൂർ പറഞ്ഞു. ഞാൻ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോകാറുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിന് രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമില്ല. ഇക്കാര്യത്തിൽ രാഷ്ട്രീയം കൊണ്ടുവരാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ശശി തരൂർ പറഞ്ഞു. ഹിന്ദു മതത്തെക്കുറിച്ചോ രാമനെക്കുറിച്ചോ കോൺഗ്രസ് ഒരിക്കലും ഒന്നും മോശമായി പറഞ്ഞിട്ടില്ലെന്നും പ്രതിഷ്ഠാ ചടങ്ങ് രാഷ്ട്രീയവൽക്കരിച്ചുമെന്ന് മാത്രമാണ് പാർട്ടി പറഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിപാടിക്ക് പോകുന്നത് ഭരണകക്ഷിയുടെ രാഷ്ട്രീയ നാടകത്തിൽ പങ്കാളിയാകുന്നതിൽ തുല്യമാണെന്നും ശശി തരൂർ പറഞ്ഞു. പുരോഹിതനല്ലാത്ത പ്രധാനമന്ത്രിയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയതെന്നും ജനുവരി 22 നടന്ന പരിപാടിയെക്കുറിച്ച് തരൂർ പറഞ്ഞു. പാർട്ടിയുടെ വിമർശകരുടെ ഹിന്ദുവിരുദ്ധ പ്രചരണങ്ങളെയും അദ്ദേഹം എതിർത്തു. പ്രതിഷ്ഠയ്ക്ക് തങ്ങൾ എത്താത്തതിനാൽ തങ്ങൾ ഹിന്ദുവിരുദ്ധരാണെന്ന് അവർ പറയുന്നത് അസംബന്ധമാണെന്നും തരൂർ പറഞ്ഞു. ഇന്ത്യയിലെ 80% ഹിന്ദുക്കളാണെന്നും കോൺഗ്രസിലെ 80% ഹിന്ദുക്കളാണെന്നും ശശി തരൂർ പറഞ്ഞു. അതേസമയം തിരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള രാഷ്ട്രീയ ഉപകരണമായി രാമനെ BJP കണക്കാക്കരുതെന്ന് കോൺഗ്രസ് MP അധീർ രഞ്ജൻ ചൗധരി പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വാതിലിൽ മുട്ടുന്ന സമയമായതിനാൽ നിങ്ങൾ രാമനിൽ അഭയം പ്രാപിക്കുകയാണെന്നും അധീർ രഞ്ജൻ ചൗധരി വിമർശിച്ചു. രാഷ്ട്രപതി പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെയായിരുന്നു അധീർ രഞ്ജൻ ചൗധരിയുടെ വിമർശനം. നമ്മളെല്ലാവരും രാമനിൽ വിശ്വസിക്കുന്നവരാണ്. രാമൻ BJPയുടെ കുത്തകയല്ല. തിരഞ്ഞെടുപ്പ് ഉപകരണമാക്കരുത്. രാമൻ എല്ലാവരുടേതുമാണ്, അധീർ രഞ്ജൻ ചൗധരി പറഞ്ഞു. മുഴുവൻ ജനങ്ങളുടെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ നിക്ഷേപിക്കുമെന്നായിരുന്നു 2014 BJPയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം. എന്നാൽ അതൊരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് ആയിരുന്നുവെന്ന് പിന്നീട് BJP നേതാവ് തന്നെ തുറന്ന് സമ്മതിച്ചുവെന്നും അധീർ രഞ്ജൻ ചൗധരി പറയുന്നു. ശ്രീരാമനെ അങ്ങനെ BJP സ്വന്തമാക്കേണ്ട എന്നാണ് കോൺഗ്രസ് നിലപാട്. വിശ്വാസം മനസ്സിലാണ്, അത് വേണ്ടുവോളമുണ്ട് എന്ന് കരുതി രാഷ്ട്രീയവൽക്കരിച്ച് രാമക്ഷേത്രവും പ്രതിഷ്ഠയും ഒഴിവാക്കിയവർ യഥാർത്ഥ വിശ്വാസികളല്ലാതാവുന്നില്ല.